മനുഷ്യനെ ഭക്ഷിക്കുന്ന മീന്, ക്രൗര്യമുള്ള അരാപ്പൈമ, അലിഗറ്റക്കാർ, പിരാന, കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ, ബാറ്റ് ഫിഷ്, സ്റ്റാർ ഹണിമോൺ. ഇതെന്താ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അതെ, കണ്ണൂരിൽ പുതുതായി ആരംഭിച്ച മറൈൻ എക്സ്പോയിലെ മനുഷ്യരെ പോലും ഭക്ഷിക്കുന്ന ക്രൗര്യമുള്ള അരാപ്പൈമ മീനിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. തലണ്ടി പോലെയുള്ള 1000-ൽ പരം മീനുകൾ നമുക്ക് കാണാൻ കഴിയും. അക്രലിക് അക്വേറിയത്തിലൂടെ കയ്യെത്തും ദൂരത്ത് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. 200 അടി നീളത്തിലാണ് അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും 400 അടി നീളത്തിലാണ് മറ്റ് അക്വേറിയങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഫുള്ള് AC ആണ്, അതുകൊണ്ട് ചൂടെടുക്കുമെന്ന പേടി വേണ്ട. മാത്രമല്ല, അപൂർവമായി കാണാവുന്ന പക്ഷിയുടെ പെറ്റ് ഷോ അവിടെ നമുക്ക് കാണാൻ കഴിയും. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ചിന്തകൾ ആസ്പദമാക്കിയ ഒരു പവലിയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. മുതിർന്നവരെയും കുട്ടികളെ ഒരുപോലെ ആസ്വദിപ്പിക്കുന്ന റോബോട്ടിക് ആനിമൽ പവലിയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. കടൽ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. മത്സ്യ ദേവന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കാണാൻ കഴിയുന്ന കണ്ണൂരിലുള്ള മറൈൻ എക്സ്പോയിലാണ്. വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ നമുക്കവിടെ കാണാൻ കഴിയും. എന്തായാലും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ കയറാൻ 120 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 4 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 120 രൂപ ഫുൾ ടിക്കറ്റ് എടുക്കണം. 120 രൂപ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇവിടെ എനിക്ക് തോന്നിയൊരു ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ, എല്ലാ മീനുകളുടെയും പേരുകൾ ജസ്റ്റ് ഒന്ന്, ആ മീനുകളുടെ പേരുകളൊന്ന് ഒട്ടിച്ചു വെച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ പെറ്റ് ഷോയിലും അതേപോലെ പേരുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്കെന്തായാലും മറൈൻ എക്സ്പോയിലെ ചില ദൃശ്യങ്ങൾ കണ്ടുവരാം.
എന്തായാലും നമുക്ക് ഈ എക്സ്പോ ഒരു അടിച്ചുപൊളിക്കാവുന്ന ഒരു വെക്കേഷൻ ട്രീറ്റ് തന്നെയാണ്. എല്ലാവരും വന്ന് ഈ ഒരു എക്സ്പോ കാണുക. എന്തായാലും നമ്മുടെ മക്കൾക്കെല്ലാം കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം ഈ എക്സ്പോയെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. പുതിയ വ്ളോഗുമായി കാണുവരേക്ക് എവർക്കും താങ്ക് യു.